സാധനയിലേക്കെത്തി ഗുരുവിൽ നിന്ന് ദീക്ഷയൊക്കെ സ്വീകരിച്ചു തുടങ്ങി, മന്ത്രജപമൊക്കെ തുടങ്ങി. ഇനിയിപ്പം ദാനധർമ്മങ്ങളോ ക്ഷേത്രത്തിൽ പോവുകയോ വഴിപാട് കഴിക്കുകയോ ഒക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം മിക്ക ആൾക്കാർക്കും വരും, അല്ലേ? നമ്മളും ചോദിച്ചിട്ടുണ്ടോ? ഞാനിപ്പം ഗുരുവിൻ്റെ അടുത്തുനിന്ന് പദ്ധതികളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, ഇനി അമ്പലത്തിൽ പോവുകയോ സാധന ചെയ്യുകയോ ചെയ്യണം എന്ന് തന്നെയാണ്. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അമ്പലത്തിൽ പോവുകയോ ഇനി വഴിപാടുകൾ കഴിക്കുകയോ വേണോ എന്നൊക്കെ ചോദിക്കാം. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അമ്പലത്തിൽ ഫുള്ള് കച്ചവടമാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ അമ്പലത്തിൽ പോകുന്ന ദേവനെ കാണാനാണ്. ദേവൻ്റെ അവിടുത്തെ വളർച്ചയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇതാണ്. അവിടെ കച്ചവടമോ പലതും നടക്കുന്നുണ്ടെങ്കിൽ അത് നോക്കാനല്ല നമ്മൾ പോകുന്നത്, അത് നോക്കാൻ വേറെ ആൾക്കാരുണ്ട്, അത് അവർ നോക്കിക്കോളും. നമ്മൾ നോക്കേണ്ടത് അവിടുത്തെ ഈശ്വരനുണ്ട്. ഇപ്പം നമ്മൾ ശബരിമലയിൽ പോവുകയാണെങ്കിൽ ശബരിമലയിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമായ കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് ശബരിമലയിൽ. അപ്പം പക്ഷേ നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ ഭഗവാനെ കാണാനാണ് പോകുന്നത്, ഭഗവാനെ കണ്ടിട്ട് പോകുക, നമ്മളവിടെ ചെയ്യാനുള്ളത് ചെയ്തിട്ട് പോകുക. അവിടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നെയ്യഭിഷേകം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് പോരുക. ഇപ്പം നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലയോ, എന്തെങ്കിലും ഒന്ന് സമർപ്പിച്ചിട്ട് ഭഗവാനെ ചെയ്തിട്ട് പോരുക. ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ, ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ നടക്കുന്ന സമ്പത്തിൻ്റെ ഇതാണ്, അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. മോക്ഷമാണെന്ന് പറഞ്ഞ അതേ ഋഷിമാർ തന്നെയല്ലേ ക്ഷേത്രസങ്കല്പവും ഉണ്ടാക്കി വെച്ചത്? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേദാന്തം പോലെ അല്ല. വേദാന്തത്തിൽ മന്ത്രജപവും വിഗ്രഹാരാധനയും എന്നൊക്കെ പറയുന്നത് ഏറ്റവും മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. തന്ത്രശാസ്ത്രത്തിൽ യന്ത്രപൂജ അല്ലെ വിഗ്രഹാരാധന എന്നൊക്കെ പറയുന്നത് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടും രണ്ട് സിസ്റ്റമാണ്. രണ്ടും മോശമല്ല, അത് ആ സിസ്റ്റത്തിന് അതിൻ്റേതായ രീതികളുണ്ട്. ക്ഷമതമാത ഷഡ്കങ്ങളും ഒക്കെ ആയിട്ട് അതിന് അതിൻ്റേതായ രീതിയുണ്ട്. തന്ത്രശാസ്ത്രം എന്ന് പറയുന്ന ഈ ശാസ്ത്രത്തിൽ വിഗ്രഹാരാധന എന്ന് പറയുന്നത് അതിൻ്റെ സിസ്റ്റം വേറെയാണ്. സന്യാസിമാർ വേദാന്ത അടിസ്ഥാനത്തിൽ പൂജിക്കുന്ന പോലെയല്ല പൂജിക്കുന്നത്, ഇതിൻ്റെ രീതികളൊക്കെ വേറെയാണ്. പ്രാണപ്രതിഷ്ഠ എന്നൊക്കെ പറയുന്നത് തന്ത്രത്തിൻ്റെ യുണീക്കായിട്ടുള്ള ടൂളാണ്, കോൺട്രിബ്യൂഷനാണ്. അപ്പം ഈ തന്ത്രശാസ്ത്രത്തിൻ്റെ പദ്ധതികൾ ഫോളോ ചെയ്യണമെങ്കിൽ തന്ത്രശാസ്ത്രം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് വേണം ഫോളോ ചെയ്യാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പം തന്ത്രശാസ്ത്രത്തിൽ വിഗ്രഹാരാധന എന്ന് പറയുന്നത് മോക്ഷമാർഗവും കൂടി ആണ്. ഒരാളുടെ ജീവിതം സാധനയിലേക്ക് വന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉയർന്നതാണെന്നൊരു തോന്നൽ വരും. അപ്പോൾ നമുക്കിനി വഴിപാടുകളുടെ ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ വരും. അത് ഈ MBBS വരുന്ന അഡ്മിഷൻ എടുക്കുന്ന മെഡിക്കൽ സ്റ്റുഡൻസിനെ പോലെയുള്ളൂ. സാധനയിലേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ടോ മന്ത്രം ജപിച്ചതുകൊണ്ടോ ആ MBBS വന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ പോലെയുള്ളൂ. അവർ നാളെ മുതലങ്ങ് സർജറി ചെയ്ത് തുടങ്ങിയാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കി. ആ സർജറിയിലേക്ക് ഒരു യുണീക്ക് സർജനായിട്ട് അയാൾ മാറണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടഡ് സർജനായിട്ട് മാറണമെങ്കിൽ, ആ നിലവാരത്തിലേക്ക് എത്തണമെങ്കിൽ അത് പഠിക്കണം, അതിൻ്റെ ഹയർ ഡിഗ്രീസ് എടുക്കണം, മാസ്റ്റർ ഡിഗ്രീസ് ഒക്കെ എടുക്കണം. അതിനുശേഷം നിരന്തരമായിട്ടുള്ള പരിശീലനങ്ങൾ വേണം. സീനിയേഴ്സായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ കൂടെ ഒക്കെ നിന്ന് നിരന്തരമായിട്ടുള്ള പരിശീലനങ്ങളിലൂടെയാണ് അദ്ദേഹം ആ ഒരു തലത്തിലേക്ക് അഭ്യാസ ചെയ്തു കൗന്ദയ, അതായത് നിരന്തരമായിട്ടുള്ള പരിശീലനങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ആ തലത്തിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സുഖദുഃഖങ്ങളുടെ അടിസ്ഥാന കാരണം കർമ്മഫലമാണ്. തന്ത്രശാസ്ത്രം അങ്ങനെ വളരെ കൃത്യമായിട്ടും പറയുന്നുണ്ട്. ഭാരതീയമായിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനം കർമ്മസിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നമ്മളെല്ലാ പ്രശ്നങ്ങളും പറയും അത് ഇന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് അനുഭവിച്ചു കഴിഞ്ഞ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അയാൾ നാർസിസ്റ്റ് ആയത്, അല്ലെങ്കിലും ഇന്ന അയാളുടെ ചൈൽഡ്ഹുഡ് ട്രോമാസാണ് അയാളുടെ ബിഹേവിയർ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എല്ലാം നമ്മൾ ഭൗതികപരമായിട്ടുള്ള എല്ലാ ആക്ഷനെയും ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു ആക്ഷൻ സംഭവിക്കണമെങ്കിൽ അതിനൊരു തോട്ടുണ്ട്. സത്യമാണ് ഈ പറഞ്ഞ ഭൗതികപരമായിട്ടുള്ള ഒരു റീസൺ. ഇപ്പോൾ സൈക്കോളജിയൊക്കെ പോലും ഒരു ഭൗതിക റീസൺസിലേക്കാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ DNA കണക്ഷൻസ് ഇങ്ങനെയാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് അയാൾ ഇങ്ങനെയായി? എന്തുകൊണ്ട് ഇയാൾക്ക് ഈ സാഹചര്യങ്ങളിൽ വന്ന് പെടേണ്ടി വന്നു? എന്തിനു വേണ്ടി ഇയാൾ ഇവിടെ ജനിച്ചു? ഈ ചോദ്യങ്ങളുടെ ഉത്തരം അന്വേഷിച്ചു പോകുമ്പം കർമ്മഫലങ്ങളിലേക്ക് എത്തും. ഇത് നമ്മളെക്കാളും മുമ്പേ ചോദ്യം ചോദിച്ച ഋഷിമാർ അൾട്ടിമേറ്റ് മോക്ഷമാണെന്നും മന്ത്രസാധനയിലേക്ക് എത്തുന്നതാണ് നല്ലതെന്നും പറഞ്ഞിട്ടുള്ള അതേ ഋഷിമാർ തന്നെയാണ് തീർത്ഥാടനങ്ങളും ക്ഷേത്ര ദർശനങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം നൂറ്റാണ്ടുകളായിട്ട് സാധന ചെയ്യുന്ന സ്ഥലങ്ങളിൽ അത്രയും എനർജി കെട്ടിക്കിടപ്പുണ്ട്, ഈശ്വരീയമായിട്ടുള്ള ചൈതന്യം
കെട്ടി നിർത്തിയിട്ടുണ്ട്. ആ കെട്ടി നിർത്തുന്ന സങ്കേതങ്ങളാണ് ശരിക്കും ഒരു റിയാക്ടർ പോലുള്ള സങ്കേതങ്ങളാണ് ക്ഷേത്രങ്ങൾ. ഇപ്പം ഉദാഹരണത്തിന് ഇറച്ചി വെട്ടുന്ന ഒരു സ്ഥലത്തുള്ള എനർജി വൈബ്സ് ആണോ ഒരു 10,000-5,000 വർഷമായിട്ട് പൂജ നടക്കുന്ന, അല്ലെങ്കിൽ ഒരു 1000 വർഷമായിട്ട്, അല്ലെങ്കിൽ പോട്ടെ നന്നായിട്ട് പൂജ നടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കളയിലുള്ള വൈബാണോ നിങ്ങളുടെ പൂജാമുറിയിലുള്ള വൈബ്, അല്ലെങ്കിൽ നിങ്ങളുടെ ടോയ്ലറ്റിലുള്ള വൈബാണോ നിങ്ങളുടെ പൂജാമുറിയിലുള്ള വൈബ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിലുള്ള ആ ഒരു ഫീലാണോ വാസ്തവത്തിൽ നിങ്ങളുടെ പൂജാമുറി, അല്ലെങ്കിൽ നിങ്ങൾ നിരന്തരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന സ്ഥലത്തുള്ളത്? ആ ഏരിയകൾ തമ്മിൽ ഒരു വൈബ് വ്യത്യാസമുണ്ട്. അത് ഒരുപാട് പേർക്ക് ഫീൽ ചെയ്യുന്നതല്ലേ. ഇപ്പം ചില ആൾക്കാർക്ക് ചില ക്ഷേത്രങ്ങളിലേക്ക് ചെല്ലുമ്പം മനസ്സിന് സ്വാഭാവികമായിട്ടൊരു സന്തോഷം ഉണ്ടാവില്ലേ. അപ്പം ഈ പറഞ്ഞ മന്ത്രദീക്ഷയെക്കുറിച്ചും സാധനയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ലതാണെന്ന് പറഞ്ഞ അതേ ഋഷിമാർ തന്നെയാണ് ഒരു പർട്ടിക്കുലർ കർമ്മവുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ കർമ്മം ദോഷമുണ്ടാവാൻ എന്താണോ കാരണം അതിൻ്റെ കാരകത്വത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ സുഹൃതങ്ങളായിട്ടുള്ള, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സുഹൃത കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആ ദോഷത്തിൻ്റെ ആധിക്യം കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വഴിപാടുകൾ പറയുന്നത്. ഇപ്പം അല്ലെങ്കിൽ ഇപ്പം ശൈവ സംബന്ധിയായിട്ടുള്ള ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഒരു കാരകത്വം അങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ശൈവ സംബന്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോയി അതിന് പരിഹാരമാവും. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു വിഷയമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സാധന തുടങ്ങിയെന്ന് വെച്ചോ കുറച്ച് നാളും ജപിച്ചു എന്ന് വിചാരിച്ചുകൊണ്ടോ മാത്രം നമ്മുടെ കർമ്മഫലത്തെ പൂർണ്ണമായിട്ട് നമുക്ക് മറികടക്കാൻ കഴിയില്ല. അത് ഈശ്വരനെ ആശ്രയിച്ച് കുറേയൊക്കെ നമുക്ക് പുതിയ വഴികൾ തെളിച്ചു തരും എന്നുള്ളതല്ല, കുറേ കാര്യങ്ങൾ കാണിച്ചു തരും എന്നുള്ളതല്ലാതെ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കണം, വഴിപാട് ചെയ്യേണ്ടത് വഴിപാട് ചെയ്യണം, ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടതാണെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യണം, സുഹൃതം ചെയ്യേണ്ടതാണെങ്കിൽ സുഹൃതം ചെയ്യണം, പൂജ ചെയ്യേണ്ടതാണെങ്കിൽ പൂജ ചെയ്യണം. എല്ലാം വേണ്ടിടത്ത് വേണം.